ഇറാനും ഇസ്രയേലും അങ്ങനെ യുദ്ധത്തിൽ കൊടുത്തും കൊണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം യുദ്ധത്തിൻ്റെ ആ തുടക്കത്തിൽ ചെയ്ത കാര്യങ്ങൾ പൊതുജനങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ രാത്രി സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് വർഷങ്ങളുടെ ഒരു തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് തങ്ങൾ ഇറാനു നേരെ വെള്ളിയാഴ്ച ആക്രമണം നടത്തിയതെന്ന് ആണ് ഇസ്രയേൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ അവരുടെ ഏകദേശം 200 യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തതായിട്ടാണ് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിക്കുന്നത്. അതുകൂടാതെ 100 കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ബോംബുകളും മിസൈലുകളും അടക്കം 330 ആയുധങ്ങൾ അവർ പ്രയോഗിച്ചതായിട്ടാണ് അവർ ഇപ്പോൾ പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ പതിറ്റാണ്ടുകളായി നൽകിയിരുന്ന മുന്നറിയിപ്പുകൾക്കൊടുവിലാണ് ഇപ്പോൾ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ പറയുന്നത്. അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ് ഈ ആക്രമണത്തെ അവർ പേരിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സൈനിക നടപടി, ഇറാന് നേരെയുള്ള ഈ സൈനിക നടപടി 1-2 ദിവസങ്ങളിലൂടെ തീരില്ല, അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതായിരിക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറയുന്നത്. മറ്റൊരു കാര്യം അവർ പറയുന്നുണ്ട്. അതായത് ഇറാനിൽ നിലവിലെ ഏകദേശം 15 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഉണ്ടെന്നാണ് ഇസ്രയേൽ പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇസ്രയേൽ കണക്കാക്കുന്നത്. ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും ആണവ പദ്ധതികളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് നെതന്യാഹു പറയുന്നത്. പക്ഷെ ഇസ്രയേലിന്റെ ഈ ആക്രമണത്തിൽ ഇറാന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ തലവൻ മേധാവി മേജർ ജനറൽ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ഉയർന്ന സൈനിക മേധാവി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ നിരവധി ആണവ ശാസ്ത്രജ്ഞന്മാരും ഈ യുദ്ധത്തിൽ, ഇസ്രായേലിന്റെ ഈ ആദ്യത്തെ അറ്റാക്കിൽ മരണപ്പെട്ടിട്ടുണ്ട്. സ്വയം പ്രതിരോധിക്കുന്നതിന് ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കുകയല്ലാതെ മറ്റ് വഴികളൊന്നും ഇല്ലായിരുന്നു എന്നാണ് നെതന്യാഹു പറയുന്നത്. ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ ഒരിക്കലും തങ്ങൾ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിട്ടൂരം പറയുന്നുണ്ട്. ഇറാൻ ഭരണകൂടം പതിറ്റാണ്ടുകളായി ആണവായുധം സ്വന്തമാക്കുന്നതിനായി പ്രവർത്തിക്കുകയാണ്. ലോകം അത് തടയാനായി സാധ്യമായ എല്ലാ നയതന്ത്ര മാർഗങ്ങളും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇറാൻ ഭരണകൂടം അത് നിർത്താനായിട്ട് വിസമ്മതിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇസ്രയേൽ സൈന്യം അവരുടെ പ്രസ്താവനയിൽ പറയുന്നത്. ആദ്യത്തെ ദിവസം ഏകദേശം പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ച ആക്രമണം മണിക്കൂറുകളോളം നീണ്ടു നിന്നതായിട്ടാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. 3 മണിക്ക് തൊട്ടു മുമ്പായി ഇറാഖിന് മുകളിലായി ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചാണ് അവർ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഘട്ടത്തിൽ ഇസ്രയേലിലുടനീളം സൈറനുകൾ ഇങ്ങനെ മുഴങ്ങി കേട്ടു. അതുകൂടാതെ മുഴങ്ങിക്കേട്ടെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വലിയ ആക്രമണം നടക്കുന്നുണ്ടെന്നും ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഇസ്രയേലികളുടെ ഫോണുകളിൽ മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പൊ ആ സമയത്ത് സുരക്ഷിത മാർഗങ്ങളിലേക്ക് എല്ലാ ജനങ്ങളോടും മാറാനും കൂടാതെ പുറത്തിറങ്ങരുതെന്നും മൊബൈലിലൂടെ മെസ്സേജുകളോ അല്ലെങ്കിൽ മൊബൈലുകളിലൂടെ മെസ്സേജുകളൊക്കെ വന്നിരുന്നു. ഈ ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നെതന്യാഹു മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കുകയും ഇസ്രായേൽ വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തു. കൂടാതെ പ്രതിരോധ മന്ത്രി രാജ്യത്ത് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ദിവസം നടന്ന സംഭവങ്ങൾ ഇത്രയാണ് ഇസ്രായേലിന്റെ.